ഞങ്ങളോട് പറയാനും ഇങ്ങനത്തെ തടസ്സങ്ങളൊക്കെ ഉണ്ടോ? ലേറ്റ് ആവുന്നോ? ഞാൻ വന്നിട്ട് പറയാം ചേച്ചി. അയ്യോ, അവരെത്തിയല്ലോ. ഇനി ഞാൻ എന്റെ കളി കാണിച്ചു തരാം. 2 മിനിറ്റ് മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ കവർ കണ്ട് ഇവർക്ക് എങ്ങാനും സംശയം തോന്നിയാ ഞാൻ പെടുവല്ലോ. എങ്ങനെയൊന്ന് രക്ഷപ്പെടുക? എങ്ങോട്ടാ മോളെ? ഞാൻ ചോദിച്ചപ്പോഴേ അങ്ങനെ ചോദിക്കരുതെന്ന് അറിയില്ലേ എന്ന് എന്നോട് ചോദിച്ചമ്മേ. വീട്ടിലേക്ക് ഇറങ്ങിയതാ. അതെ അമ്മേ. നിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ പുറത്ത് കണ്ട് സംസാരിച്ചേ ഉള്ളൂ. നീ അങ്ങോട്ട് പോകുന്ന കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ നിങ്ങൾ കണ്ടതിന് ശേഷമാ ഞാൻ ഫോൺ ചെയ്തതെന്ന് തോന്നുന്നു. ജസ്റ്റ് 5 മിനിറ്റ്സ് ബാക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ശരി, വേഗം തിരിച്ചു വരണേ. ഓക്കെ അമ്മേ. അല്ല, ആ കവറിലെന്താ? പറയുമോളെ. ഇതാണോ അച്ഛാ? ഇത് ഇത് അമ്മ ഒരു വീട്ടിലേക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി വിളിച്ചിരുന്നു. അതിനുള്ള പട്ടുസാരി ഒന്ന് പാക്ക് ചെയ്ത് എടുത്തതാ. ശരി, എന്നാ ഞാൻ ലേറ്റ് ആവുന്നുണ്ട്, ഇറങ്ങട്ടെ. ആയിക്കോട്ടെ മോളെ. ഈ വസ്ത്രം എടുത്ത് ഞാൻ പുറത്തേക്ക് വരുന്നത് അവന് കണ്ടിത് നേരത്തെ പ്ലാൻ ചെയ്തതാണെന്ന് അർത്ഥം. പട്ടുസാരിയാണെന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ അമ്മേ, അതില്ലേ? ശരിക്കും പെടുത്തിയല്ലോ. എല്ലാം കഴിഞ്ഞു. അയ്യോ, നീ ഇങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ധരിക്കോ നിഹാരിക? സാരിയൊക്കെ കൊടുത്ത് ഒതുക്കമുള്ള കുട്ടിയാണെന്നാ ഇവിടെ എല്ലാവരും കരുതിയിരുന്നത്. നിന്റെ ഒറിജിനൽ കോസ്റ്റ്യൂംസ് ഇതായിരുന്നോ? നിഹാരികയുടെ ഡ്രസ്സാണോ അവനി? അതേ ശ്രീകർ ചേട്ടാ. ഇതൊക്കെ ഐറ്റം സോങ്സുകാർ ഉപയോഗിക്കുന്നല്ലേ? അതുപോലത്തെയോ? നിഹാരിക, നീ ട്രഡീഷണൽ എന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ എന്താ നിഹാരിക? ഇങ്ങനത്തെ വേഷമൊന്നും ഇവിടെ ആരും ധരിക്കാറില്ല. ആർക്കും ഇഷ്ടമല്ല. ഇത് പുറത്താരെങ്കിലും അറിഞ്ഞാ ഞങ്ങളുടെ ഫാമിലിക്കല്ലേ അതിന്റെ പേര് ദോഷം. അതായത് ഇവിടുത്തെ ആന്റീനെയൊക്കെ നീ പറ്റിക്കായിരുന്നു എന്നർത്ഥം. അവള് പെട്ടു, ഇനി രക്ഷിക്കാൻ കഴിയില്ല. അമ്മ ചിലപ്പോ അവളെ ഒന്ന് പൊട്ടിക്കുകയും ചെയ്യും, അവളെ പിടിച്ച് പുറത്താക്കുകയും ചെയ്യും.
നിനക്ക് ഇങ്ങനത്തെ ശീലങ്ങളുണ്ടെന്ന് എന്തുകൊണ്ട് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല? ഈ വീട്ടിലെ ആചാരങ്ങളും ശീലങ്ങളും ഒക്കെ അറിഞ്ഞിട്ടും പിന്നെന്തിനാ ഇങ്ങനെ ചെയ്തേ? നിന്നോട് പറയാൻ. മിണ്ടാതിരുന്ന ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയാൻ കിട്ടാത്തോണ്ടല്ല അച്ഛാ. ഇങ്ങനെയൊക്കെ ചതിക്കാൻ പറ്റുമോ? അങ്ങനെ ചതിക്കുന്ന ഒരാളായിട്ടാണോ എന്നെ കണ്ടാ തോന്നുന്നേ? വിശ്വാസവഞ്ചന കാണിക്കുന്നതിനേക്കാൾ ചാവുന്നതാ നല്ലത്. അപ്പൊ ഇതിനെന്ത് ഉത്തരവാ പറയാനുള്ളത്? ഞാൻ പട്ടുസാരി തന്നെ എടുത്തു വെച്ച് കവറ് മാറിപ്പോയതെന്നാ തോന്നുന്നേ. ഇതൊക്കെ കാവ്യയുടെ ആയിരിക്കും. ഇതിലെന്തിനാ എന്റെ മകളെ എടുത്തിടുന്നത്? കാവ്യ ഇതുവരെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല. അവക്ക് അങ്ങനെയുള്ള ആഗ്രഹവും ഇല്ല. ഇങ്ങനത്തെ ഡ്രസ്സ് അവളെ ഇടുന്നത് അമ്മ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറ്റം ഒരാൾക്ക്, ശിക്ഷ വേറൊരാൾക്കെന്ന് പറയുന്ന പോലെ ഉണ്ട്. ഇതിൽ എന്റെ മോളെ പെടുത്താൻ നോക്കി എന്തിനാ? അമ്മേ, ഇവള് പച്ച കള്ളവാ പറയുന്നേ. നിഹാരിക പറയുന്നതിൽ ഒരു കളവുമില്ല. സത്യമാ പറയുന്നേ. നിനക്കെന്താ വട്ടായോ ലാവണ്യ? ഇതൊക്കെ വലിയ കള്ളവാ, ചതിയാ, വഞ്ചനയാ. കാവ്യയുടെ ഡ്രസ്സാന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അളിയ. നിങ്ങളുടെ ആൾക്കാരല്ലേ പറയുന്നേ. ശരിക്കും ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? കാവ്യ ഒന്ന് വിളിച്ചു ചോദിച്ചാ പോരെ? കാവ്യ, കാവ്യ, ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാമേ. എന്റെ മകൾ ഒരു പാവമാണ്. അനാവശ്യമായിട്ട് അവളെ പെടുത്തരുത്. വായില് വിരലിട്ടാ പോലും കടിക്കാത്ത അത്ര പാവാ. ശരിക്കും ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഇതൊക്കെ നിന്റെ ഡ്രസ്സാണോ? പറയാൻ. എന്റേതാ അമ്മമ്മേ. നീ എന്താ ഇങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെയാണ് ധരിക്കുന്നത്? കാവ്യ, നീ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. നീ എന്തിനാ കളവ് പറയുന്നേ? അല്ലേട്ടാ, സത്യമാ ഞാൻ പറയുന്നേ. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കുമ്പോ എനിക്കും ഇതൊക്കെ വാങ്ങിയിടണമെന്ന് തോന്നി. ഇന്നലെ ഞാൻ ഇതൊക്കെ വാങ്ങിയേ. ഇതൊക്കെ എടുത്തോണ്ട് പോയിട്ട് കത്തിച്ചു കളയും. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനത്തെ വസ്ത്രം ഇവിടെ കണ്ടു കഴിഞ്ഞാ കത്തിച്ചു കളയും ഞാൻ നിന്നെ. ഇങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വീടിന്റെ മാനം കളയരുത്. മനസ്സിലായല്ലോ? ശരി മുത്തശ്ശ. നിങ്ങള് ഈ ആവരയുടെ വാക്ക് കേട്ട് എന്നെ സംശയിച്ചില്ലേ? എന്തെങ്കിലും പറയുന്നതിന് മുൻപ് നീ ഒന്ന് ആലോചിക്കണ്ടേ അവനി? ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോ ഞങ്ങളും നിഹാരികയെ അപമാനിച്ചു, അനുമാനിച്ചു. നിന്റെ വാക്കും കേട്ട് ഞങ്ങള് വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഇനി ഒരിക്കലും ഇങ്ങനെ കാര്യം അറിയാതെ വായ അനക്കരുത്. ഒരബദ്ധം പറ്റി, ക്ഷമിക്കുമോളെ. ഇവിടെ വാടി. ഈ വീട്ടിലുള്ളവരെ പുറത്തേക്ക് അയച്ച് നിനക്ക് ഈ വീട്ടിൽ അങ്ങ് പെർമനന്റ് ആയിട്ട് താമസിക്കാമെന്ന് കരുതിയോ? നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാ. ഭാര്യയാകാൻ പോകുന്നവളെ വിശ്വസിക്കേ.
എന്റെ നേരെ നീ ഒരു കല്ലെറിയാൻ നോക്കി, പക്ഷെ അത് നിന്റെ തലയിൽ തന്നെ വീണു. എന്റെ ചിന്തകൾ എപ്പോഴും ചീറ്റ പുലിയേക്കാൾ വേഗത്തിൽ ഓടുന്നതായിരിക്കും. അത് ഓർത്തു വച്ചോ. എന്റെ പബ്ബിലേക്കുള്ള പോക്ക് ഇന്ന് ചിലപ്പോ ക്യാൻസലായി കാണും. ഹ, നിനക്ക് പക്ഷേ ശരിക്കും നല്ലൊരു അടി കിട്ടി. നീ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ് ഇടാറുണ്ടോ? നിനക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണോ? പിന്നെന്തിനാ നീ ഇത് വാങ്ങിയെന്ന് പറഞ്ഞേ? ശരിക്കും ഇതൊക്കെ വസ്ത്രം തന്നെയാണോ? ലാർജ് സൈസിൽ കർച്ചീഫ് പോലെയുണ്ട്. നീ ഒരാൾ കാരണം ഞങ്ങൾ നാറിപ്പോയി. എടി ഉണ്ടായതെന്താ? എന്തിനാ അങ്ങനെ ചെയ്തത്? അത് കാവ്യയുടെ ഡ്രസ്സൊന്നും അല്ലേ ചേച്ചി. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് നിഹാരിക എന്തിനാ സപ്പോർട്ട് ചെയ്തത്? നിഹാരിക അവിടെ എല്ലാവർക്കും ഇടയിലാകെ പെട്ട സമയത്ത് എന്നെ നോക്കി കണ്ണിറുക്കി. കണ്ണിറുക്കിയോ? എന്ന് വെച്ചാ രക്ഷിക്കാൻ അവൾ ഒരു സിഗ്നൽ കാണിച്ചതാ. ഓ, അതുകൊണ്ട് നിഹാരികയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാവ്യ എനിക്ക് കുറ്റക്കാരിയാക്കേണ്ടി വന്നു. പുറത്തുനിന്ന് വന്ന ഒരാളെ രക്ഷിക്കാൻ നീ വീട്ടിലുള്ള ഒരാളെ പെടുത്തിയോ? ഹാ, അപ്പോഴേക്കും ഞാൻ പുറത്തുള്ള ആളായോ ആന്റി? നിങ്ങളൊക്കെ എന്നേക്കാൾ കഷ്ടമാണല്ലോ. കല്യാണം കഴിയുന്നത് വരെ നീ പുറത്തുള്ളത് തന്നെയല്ലേ? എന്നാലും എന്റെ കുട്ടീനെ എന്തിനാ പെടുത്തിയത്? ഹാ, കൂളായിട്ടൊന്ന് ആലോചിച്ചേ. പെട്ടത് ഞാനായിരുന്നെങ്കിൽ എന്നെ പുറത്താക്കുമായിരുന്നു. കാവ്യ ആയതുകൊണ്ട് ഒരടിയിൽ കാര്യം തീർന്നില്ലേ? എന്നാലും നമ്മളൊക്കെ ഒരു ടീമല്ലേ. കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ ബാക്കിയുള്ളവർ വേണ്ടി സംരക്ഷിക്കാൻ. സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് സ്പോട്ടിൽ അടുത്ത പ്ലാൻ ഉണ്ടാക്കണം. സ്പോണ്ടേനിയസ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റണം. മൊത്തത്തിൽ എന്താ ഞാൻ പറഞ്ഞു വരുന്നേന്ന് വെച്ചാ, നമ്മൾ പരസ്പരം സഹകരിക്കണം. നീ കാരണം ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുവോ? ഞാൻ കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ടാ അതിൽ എന്തെങ്കിലും ഒരു ലാഭവും കൂടി കാണുമെന്നേ. എന്താണാവോ ആ ലാഭം? ഇത് വെച്ച് ഇഷ്ടമുള്ളത് വാങ്ങിക്കോ കാവ്യ. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ എന്നെ പബ്ബിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞതോ? ടൈം ആവട്ടെ കാവ്യ. ഇന്നലെ വരെ ലാവണ്യ ചരട് വലിച്ചോണ്ടേയിരുന്നു. ഇപ്പോ നിഹാരിക കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അർത്ഥം. ഗ്രേറ്റ് ഗ്രേറ്റ്. എല്ലാവരുടെയും സിദ്ധാന്തം ഒന്ന് തന്നെ ആവുമ്പോ അതിലിപ്പോ എന്താ തെറ്റ്? എന്തൊക്കെയായാലും ഒരച്ഛനെന്ന നിലയിൽ എന്റെ മകൾക്ക് സംഭവിച്ചോർത്ത് ഞാൻ ഒരുപാട് അപമാനിതനായിട്ടുണ്ട്. ഞാനിതൊരിക്കലും സഹിക്കില്ല. ഇനിയൊന്ന് സഹിക്കാൻ പറ്റുമോ? ആ, സഹിച്ചേക്കാം. പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന് അർത്ഥം. പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു റേറ്റ് ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ഞാനും നിങ്ങളെ പണം കൊടുത്ത് വാങ്ങിയത് തന്നെയല്ലേ? അയ്യോ, ഇപ്പൊ എനിക്കൊരു സമാധാനമുണ്ട്. ബട്ട് ആവനിയോട് ഇനി ശ്രദ്ധിച്ചു വേണം കളിക്കാനായിട്ട്. ദേ അതെ, ആവനിയല്ലേ? നമ്മുടെ മോളെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് ചോദിക്കാം. വാ, നടക്ക്. ആവനി, സുഖമായിട്ടിരിക്കുന്നു. ഇത്തരം സുഖിപ്പിക്കുന്ന സ്വഭാവം കണ്ടിട്ടാവും വേദവതിയമ്മ നിന്നെ ഇഷ്ടപ്പെട്ട് മാസങ്ങളോളം വീട്ടിലിങ്ങനെ പൊറുപ്പിക്കുന്നത്. നല്ല പെർഫോമൻസ് ആണ്. ആളുകൾക്കിടയിൽ പലപ്പോഴും പല മുഖങ്ങളെ അഭിനയിക്കുന്നത് എനിക്ക് പറ്റുന്ന പണിയല്ല, നിഹാരികയെ പോലെ. ഇതല്ല എന്റെ മോളുടെ കല്യാണം മുടക്കാൻ കാരണമാകുമെന്ന് തോന്നുന്നുണ്ട്. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ദൈവം വിധിക്കുന്ന ശിക്ഷയത്. മകളുടെ ജാതകം കൊണ്ടും ആസ്തി കൊണ്ടും എല്ലാം കൊണ്ടും ചേരുന്നവരായതുകൊണ്ട് ആ വീട്ടുകാർ സന്തോഷിക്കുമ്പോ നിനക്കെന്ന് നഷ്ടമാണെന്ന് പറമോളെ. അത് താൽക്കാലികമായ സന്തോഷമാണെന്നല്ലാതെ ശാശ്വതമല്ലെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ. നാളെ കല്യാണം കഴിഞ്ഞ് നിഹാരികയെ കുറിച്ചുള്ള സത്യങ്ങൾ അവരറിഞ്ഞ അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും.
ഇതിൽ നിനക്കെന്താ റോളുള്ളത്? ആചാരങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലല്ലോ ചേച്ചി. കേക്കണ്ട നിന്റെ വർത്തമാനം എനിക്ക്. ഇന്നത്തെ കാലത്ത് ഇത് ആര് ശ്രദ്ധിക്കാൻ? നിങ്ങൾ ഇങ്ങനൊന്നും പറയരുത്. ആ വീട് ആചാരങ്ങളുടെ പര്യായമാണ്. ആ വീടിന് വിധിവിലക്കുകളാണ് ശ്വാസം. പവിത്രമാക്കപ്പെട്ട ആ വീടിനെ അപമാനിക്കാൻ സാധിക്കില്ല. നീ അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാ തോന്നുന്നേ. നിന്റെ ജാതകം മറ്റൊന്നാ. നീ മരുമകളായി കയറി ചെന്നാ ആ വീട് ശുദ്ധിയാകുമെന്നാണോ? അത്രയ്ക്ക് മിടുക്കിയാണോ നീ? ജാതകം എന്നുള്ള ഒരേ ഒരു അർഹതയ്ക്കപ്പുറം മറ്റെന്ത് കാര്യത്തിലാ നിഹാരികയ്ക്ക് അർഹതയുള്ളതെന്ന് പറ. സാരി ഉടുത്തത് ചതി, അവള് പൊട്ടു തൊട്ടത് ചതി, പൂജകൾ ചെയ്യുന്നതും ചതി, മനുഷ്യരെ ആദരിക്കുന്നത് വരെ ചതി. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന എല്ലാം ചതി തന്നെയാ. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്തു പറയണമെങ്കിൽ വെറും ഒരൊറ്റ നിമിഷം മതി. ഞാൻ ആ വീട്ടിലെ മരുമകളാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിഹാരികയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നല്ലേ നിങ്ങളെല്ലാവരും കരുതുന്നേ? അങ്ങനെയുള്ളപ്പോ എന്റെ പക്കലുള്ള തെളിവുകള് ഞാൻ മറച്ചു വെക്കേണ്ട കാര്യം എന്താ? രണ്ടാൾക്കും ഇടയിൽ എന്തോ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അത്രയ്ക്ക് സ്വാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ വെച്ച കണ്ടീഷൻസിൽ നിന്ന് തടയാൻ പറ്റുമായിരുന്നു. അവളെക്കുറിച്ച് മറ്റാരേക്കാളും നന്നായി അറിയുന്നത് നിങ്ങൾക്കാ. മക്കളെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ അവര് ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുന്നത് തെറ്റാ. ഈ സമൂഹത്തിൽ നിലവിൽ അങ്ങനെയൊക്കെയാ സംഭവിക്കുന്നത്. ആൾക്കാരെ വഞ്ചിച്ച് കല്യാണം നടത്തിയ ആ ബന്ധം എത്ര നാൾ നിലനിൽക്കും ചേച്ചി? ഞാൻ പറയുന്നത് മനസ്സിലാക്കി നിഹാരിക്ക് നിങ്ങളൊന്ന് തിരിച്ചു വിളിച്ചേക്ക്. എന്റെ മകൾ അവൾക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കും. അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. നീ അവിടുന്ന് വിടാൻ നോക്ക്. ഇത്രയും നേരം ഞാൻ നല്ലതുപോലെ സംസാരിച്ചേ. ഇനിയിപ്പോ ഞാൻ നിങ്ങളുടെ രീതിയിൽ പറയാം. ഞാൻ എങ്ങോട്ടും പോവില്ല. നിഹാരികയെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് ഞാൻ കേറ്റില്ല. ഞങ്ങളുടെ നിഹാരിയെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. അവളെങ്ങാനും അരക്കെട്ടുറപ്പിച്ച് ഗ്രൗണ്ടിൽ ഇറങ്ങിയ ജയം കാണാതെ പിന്നെ അവള് മടങ്ങില്ല. ആ വിജയം തടയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളുടെ നിഹാരിക എക്സ്ട്രീം സ്റ്റെപ്പ് എടുത്താ നിന്റെ അഡ്രസ് പോലും കാണില്ല. മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അവളെ ശാസിക്കുന്നതിന് പകരം എന്നെ കുറ്റക്കാരിയാക്കി സംസാരിക്കുകയാണല്ലോ. അപ്പൊ ഇത് നിഹാരികയുടെ തെറ്റല്ല, നിങ്ങളുടെ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നേ. നിഹാരികയെ വേദവതി അമ്മയുടെ വീട്ടിലെ മരുമകളാകാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങളുടെ മകൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളൂ. കരുതിയതേയുള്ളൂ. ഹോസ്പിറ്റലിൽ തന്നെയാണോ അതോ വീട്ടിലേക്ക് എത്തിയോ? ഞങ്ങൾ വീട്ടിലെത്തി അവനി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞില്ലേ? സൗമ്യക്കിപ്പോ എങ്ങനെയുണ്ട് ചേച്ചി? മോൾക്കിപ്പോ ഒരു കുഴപ്പമില്ല. മോളുടെ ജീവനെ നീ രക്ഷിച്ചേ. ഈ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നോട് പറയുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. നമുക്കിടയിൽ ഇതൊക്കെ വേണോ ചേച്ചി? ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വേറെന്തെങ്കിലും പറയും. അല്ലെങ്കിലും ഇതിലിപ്പോ ഞാൻ എന്താ ചേച്ചി ചെയ്തേ? ദൈവത്തെ പോലുള്ള ശ്രീകരേട്ടനല്ലേ സഹായിച്ചേ? അദ്ദേഹം എങ്ങാനും ആ സമയത്ത് സഹായം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? അമ്മേ, എനിക്കും സംസാരിക്കണം. സൗമിക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. ഹലോ ചെറിയമ്മേ. പറ മോളെ. എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുതരും, ഡ്രസ് വാങ്ങിത്തരും,
സ്കൂളിലെ ഫീസ് ഒക്കെ ചെറിയമ്മ അടയ്ക്കും. എനിക്ക് വയ്യാത്തപ്പോ രക്ഷിക്കുകയും ചെയ്തില്ലേ. കൊറേ താങ്ക്സ് ചെറിയമ്മേ. നമുക്കിടയിൽ ഈ താങ്ക്സ് ഒക്കെ എന്തിനാ മോളെ? പറയണം ചെറിയ